പ്രിയപ്പെട്ടവരെ നമസ്കാരം. കൊല്ലം ജില്ലയിലെ പാറയിൽ കൊത്തിയെടുത്ത 1500 വർഷത്തോളം പഴക്കമുള്ള അപൂർവമായ ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടുകൽ ഗുഹാക്ഷേത്രം. പല്ലവ രാജവംശകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ കൽതൃക്കോവിൽ ശ്രീ മഹാദേവർ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെ ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ആന കിടക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തെ നമുക്ക് ദൃശ്യമാകുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത 2 ശ്രീകോവിലുകളിൽ 2 ശിവലിംഗ പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ 2 ഗണപതി പ്രതിഷ്ഠകളും 2 നന്ദികേശ പ്രതിഷ്ഠകളും ഉണ്ട്. കരിങ്കൽ തൂണുകളോടുകൂടിയ കൽമണ്ഡപമുള്ള ഈ ശ്രീകോവിലിൽ ഉഗ്രഭാവത്തിലുള്ള ശിവനാണ് പ്രതിഷ്ഠ. ശിവഭഗവാന്റെ മുൻപിലായി തന്നെ നന്ദികേശൻ്റെ പ്രതിഷ്ഠയും കാണാം. കൂടാതെ വശത്തായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും ഉണ്ട്. ഉഗ്രഭാവത്തിലുള്ള ഈ ശ്രീകോവിലിൽ ധാരയും അഭിഷേകവും മാത്രമേ ഉള്ളൂ. പൂജകളും അർച്ചനകളൊന്നും ഈ ശ്രീകോവിലിൽ നടത്താറില്ല. ശാന്ത സ്വരൂപനായ പ്രതിഷ്ഠയുള്ള ഈ ശ്രീകോവിലിന് ചുറ്റും ഒരു നന്ദികേശ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ഭഗവാന്റെ നേരെയല്ല, വശത്തായിട്ടാണ് നന്ദികേശ പ്രതിഷ്ഠയുള്ളത്. കൂടാതെ ഒരു വശത്തെ തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും കാണാം. കൗബീനവും കയ്യിലൊരു ശൂലവുമായാണ് ഈ ശ്രീ ഹനുമാൻ സ്വാമി ഇവിടെ പ്രതിഷ്ഠ. കയ്യിൽ ത്രിശൂലവുമായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. ശാന്ത സ്വരൂപനായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഈ ശ്രീകോവിലാണ് ഇവിടെ സാധാരണ അർച്ചനകളും പൂജകളും ഒക്കെ നടത്തുന്നത്. ഒരു പാറയിൽ കൊത്തിയെടുത്ത, ഒരു പാറയിൽ തന്നെ 2 ശ്രീകോവിലും അതിൽ തന്നെ 2 ശിവലിംഗ പ്രതിഷ്ഠയുമുള്ള അപൂർവമായ ക്ഷേത്ര നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൊല്ലം കോട്ടുകാൽ ജംഗ്ഷനിൽ നിന്ന് ചൂണ്ട കടക്കൽ റോഡിൽ 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണത്രേ കോട്ടുകാൽ എന്ന വാക്കു വന്നതത്രേ. കോട്ടുകാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കല്ല് കോട്ടിയ സ്ഥലം എന്നാണ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീകോവിലിനകത്ത് ഓവുചാല് ഇല്ല എന്നുള്ളതാണ്. സാധാരണ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന് ചുറ്റും പൂർണ്ണ പ്രതിഷ്ഠണം അനുവദനീയമല്ല. എന്നാൽ ഇവിടെ പൂർണ്ണ പ്രതിഷ്ഠണം ആവാം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.